ദൈവനാമം മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുകയാണ്. ഹല്ലേലൂയ. ദൈവവചനത്തിലേക്ക് കടപ്പാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മെ ശത്രുവിൻ്റെ ചങ്ങലയിൽ നിന്ന് പൊട്ടിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കൊണ്ടുവന്ന അരുമനാഥനായ ദൈവത്തെ എത്ര സ്തുതിച്ചാലും എത്ര ആരാധിച്ചാലും മതി വരില്ല. അതായത് പുത്രൻ്റെ രാജ്യത്തിൽ ആക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് സഭയിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് നാം ഇരുളിലായിരുന്നു. ദൈവമായി കൂട്ടായ്മ ഇല്ലാത്തവരായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ പിശാചുമായി ബന്ധത്തിലായിരുന്നു. പിശാച് നമ്മെ ബന്ധിച്ചിരുന്നു, ചങ്ങലകളാൽ ബന്ധിച്ചിരുന്നു. സ്വർഗമുണ്ടെന്നറിയത്തില്ലായിരുന്നു, നരകമുണ്ടെന്നറിയത്തില്ലായിരുന്നു, ആരാധന എന്തെന്നറിയത്തില്ലായിരുന്നു, വചനം എന്തെന്നറിയത്തില്ലായിരുന്നു, ദൈവമായി കൂട്ടായ്മ എന്തെന്നറിയത്തില്ലായിരുന്നു, നന്മ എന്തെന്നറിയത്തില്ലായിരുന്നു, തിരിച്ചറി ബോധമില്ലായിരുന്നു. എങ്ങനെയൊക്കെ ഇരുളിൽ നാം ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം നമ്മെ ചങ്ങലയിൽ നിന്ന് പൊട്ടിച്ച് നമ്മെ സ്വതന്ത്രരാക്കി പുത്രൻ്റെ രാജ്യത്തിലാക്കി. ദൈവത്തിന് എത്ര സ്തുതിച്ചാലും മതി വരില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇരുളിൽ കിടന്ന നമ്മെ പുത്രൻ്റെ രാജ്യത്തിലാക്കി. ഇപ്പോൾ നമുക്ക് യേശു ആരാണെന്ന് തിരിച്ചറിയുവാനുള്ള ബോധം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി. അതുമാത്രമല്ല, സകല വിഷയങ്ങളും തിരിച്ചറിയാനുള്ള ബോധം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി. അതുകൊണ്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. തേജോമനായ ദൈവം. ഹല്ലേലൂയ. ഉലകത്തിൽ നമ്മെ വിടുവിപ്പാൻ ഒരുവന് മാത്രമേ കഴിയൂ. കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് പാരമ്പര്യ കെട്ടിൽ നിന്നും, പൈശാചിക കെട്ടിൽ നിന്നും, മന്ത്രവാദ കെട്ടിൽ നിന്നും, പിശാചിൻ്റെ കെട്ടിൽ നിന്നും, പിശാചിൻ്റെ സിംഹാസനത്തിൽ നിന്നും, പിശാചിൻ്റെ പ്രൈസലാമേ പദ്ധതിയിൽ നിന്നും ദൈവം നമ്മെ വിടുവിച്ചു. എത്ര സ്തുതിച്ചാലും മതി വരില്ല. ദൈവം പിശാചിൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് എന്നേ നമുക്ക് പറയാൻ കഴിയും. നാം ഇപ്പോൾ ആയിരിക്കുന്ന എവിടെയാണ്? പുത്രൻ്റെ രാജ്യത്തിലാണ്. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. രാജാവുള്ളിടത്ത് നൃത്തമുണ്ട്. രാജാവുള്ളിടത്ത് പ്രൈസലും ആനന്ദമുണ്ട്. രാജാവുള്ളിടത്ത് പ്രൈസലാമിൽ സന്തോഷമുണ്ട്. രാജാവുള്ളിടത്ത് സമാധാനമുണ്ട്. കാരണം ഈ ലോകത്തിൽ ഭരിച്ച രാജാക്കന്മാരെ പോലല്ല യേശു രാജാവ്. യേശു രാജാവിൻ്റെ കൂടെ രാജ്യത്തിൽ നാം ആയിരിക്കുന്നിടത്തോളം നമുക്ക് സമാധാനമുണ്ട്. അതാ സമാധാന പ്രഭു. പ്രഭു എന്ന് പറയുമ്പോൾ രാജാവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നല്ല രാജാവിനെ
കർത്താവായ യേശു ക്രിസ്തുവിനെ എത്ര സ്തുതിച്ചാലും മതി വരില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിലേക്ക് നാം നോക്കുമ്പോൾ അനേക പ്രശ്നങ്ങൾ ലോകത്തിൽ നടമാടുമ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ കരുണ പ്രൈസ് ഇന്നും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ യേശു ക്രിസ്തുവിൻ്റെ അരികിൽ വരുന്നവർക്ക് സമാധാനം ഉണ്ടാകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ നടന്നു. ഹല്ലേലൂയ. പുരുഷാർ യേശുവിൻ്റെ കൂടെ നടന്നു. കാലേബും യോശുവയും ദൈവത്തിൻ്റെ കൂടെ നടന്നു. ഈ രാജാവിൻ്റെ കൂടെ നടന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രാപിക്കാൻ കഴിയൂ. യേശുവായി ജീവിച്ചെങ്കിൽ മാത്രമേ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാൻ കഴിയൂ. ഹല്ലേലൂയ, സ്തോത്രം. പലരും യേശുവായി ജീവിതമില്ലാത്തത് കൊണ്ട് പലരും ജീവിതത്തിൽ പ്രശ്നങ്ങൾ പിശാച് കൊണ്ടിട്ട് പല പദ്ധതികളെ കൊണ്ടിട്ട് പലരെയും തകർക്കുമ്പോൾ ഈ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ കർത്താവ് പ്രീശലാമേ ആ ശത്രുവിൻ്റെ പദ്ധതികളെ പൊളിച്ച് ദൈവ ആലോചനയെ നടത്തുന്ന ദൈവത്തിൻ്റെ ഒരു കരമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇന്ന് നാം അനുഭവിക്കുന്ന നന്മകൾ, ഇന്ന് നാം അനുഭവിക്കുന്ന സുഖങ്ങൾ, ഇന്ന് നാം അനുഭവിക്കുന്ന മനസ്സിൻ്റെ സമതലയിൽ സമാധാനം കിട്ടിയിരിക്കുന്ന അനുഭവം ദൈവം തന്നതാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഇന്നലകളിൽ പ്രവർത്തിച്ച ദൈവം നാളെയും ഇന്നും പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ രാജ്യത്തിലാക്കിയിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടും. ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ സഭയുണ്ട്. സഭയിൽ ശൂന്യത വരില്ല. സഭയിൽ സമൃദ്ധി ഉണ്ടാകും. സഭയിൽ ഫലപ്രാപ്തിയുള്ള ഒരു ദൈവം എഴുന്നേൽപ്പിക്കും. സഭയിൽ നന്മകൾ കൊണ്ട് നിറയ്ക്കും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. എവിടെയെങ്കിലും സഭ ശൂന്യമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ദൈവദാസന്മാരുണ്ടെങ്കിൽ ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിന്റെ സഭയിൽ സമൃദ്ധി ദൈവം വരുത്താൻ പോകുന്നു. ഹല്ലേലൂയ. നിന്റെ സഭയിൽ മാറ്റം സംഭവിക്കാൻ പോകുന്നു. സഭയ്ക്കെതിരായി, വ്യക്തികൾക്കെതിരായി മന്ത്രവാദങ്ങളും പിശാചിൻ്റെ പദ്ധതികൾ, ആവിചാരങ്ങൾ കെട്ടി ഇട്ട് മുന്നോട്ട് പോകില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന അന്ധകാര ശക്തിയെ നസറേയനായ യേശുവിൻ്റെ അധികാരങ്ങളും നാമത്തിൽ ഈ നിമിഷം പൊട്ടി പ്രവേശനം മാറിപ്പോകും. ചങ്ങലകൾ, പിശാചിൻ്റെ ചങ്ങലകളെ പ്രേസലോ എൻ്റെ കർത്താവ് ബന്ധിച്ച് പ്രേസലോ പൊട്ടിച്ചു കളയും. ഹല്ലേലൂയ, സ്തോത്രം. എവിടെയാണ് ബന്ധനം? ആ ബന്ധനത്തെ ദൈവം പൊട്ടിച്ചു കളയും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവിടെ വിടുതൽ നൽകും. ഒരു വിശ്വാസി പോലും കയറരുത് എന്ന് പണിഞ്ഞു വച്ചിരിക്കുന്ന മണ്ഡലത്തെ, പൈശാചിക മണ്ഡലത്തെ, പിശാചിൻ്റെ പദ്ധതികളെ എന്തുവായിക്കോട്ടെ
അതിനെ പൊട്ടിച്ചു കളയുവാൻ ഒരേ യേശുവിന് മാത്രമേ കഴിയൂ. യേശു എഴുന്നേൽക്കും. ദൈവം തൻ്റെ പ്രവൃത്തി നടത്തും. കാരണം ഈ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ ക്രിസ്തു രാജാവായുള്ളിടത്തോളം പ്രൈസലാമേ ഹല്ലേലൂയ പിശാചിന്റെ പദ്ധതികളെ ഒന്നും നടക്കില്ല. കാരണം രാജാവായ യേശു ക്രിസ്തു എഴുന്നേറ്റ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന ഒരു വിഷയം ദൈവസ്ഥാനത്തിലുണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് കൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക എന്ന ദൈവത്തിൻ്റെ ആത്മീയമായ സന്ദേശമാണ് ഞാൻ അറിയുന്നത്. സഭയിൽ സമൃദ്ധി ഉണ്ടാകുമ്പോൾ സഭയിൽ കൂടി നടക്കുന്ന ജീവിതങ്ങൾക്ക് അവരുടെ ഭവനത്തിലും സമൃദ്ധി ഉണ്ടാകും. ക്ഷാമത്തിൽ ക്ഷേമമായി പോറ്റുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. സ്തോത്രം. സാരാപത്തിലെ വിധവ പ്രൈസലോം ഏലിയാവിന് പ്രൈസലോം ചെറിയ ഒരു അട കൊടുത്തപ്പോൾ പ്രൈസലാമേ ഹല്ലേലൂയ അവിടെ ക്ഷാമം മാറിയെങ്കിൽ എന്നിലും നിന്നിലും ഉള്ളതായ ജീവിതത്തിൽ ഇനി ക്ഷാമമുണ്ടാകില്ല, അനുഗ്രഹമുണ്ടാകും. ക്ഷാമം പിശാച് കൊണ്ട് ഇട്ട് നമ്മെ പോരാടുമ്പോൾ ദൈവം പ്രൈസലോ ആ കെട്ടിനെ ദൈവം അഴിച്ചു മാറ്റാൻ പോവുക. നീ ഹാലിൽ നിനക്ക് സമൃദ്ധി ഉണ്ടാകരുത് എന്ന് കെട്ടിയിരിക്കുന്ന കെട്ട് പ്രൈസലാമെ നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു മാറാൻ പോവുകയാണ്. നിന്നെ ഏത് തളത്തിലാണ് കെട്ടിയിട്ടിരിക്കുന്ന ആ കെട്ട് പ്രൈസലോ എൻ്റെ ദൈവം അഴിച്ചു മാറ്റാൻ പോവുകയാണ്. സ്വതന്ത്രനാക്കാൻ പോവുകയാണ്. പത്രോസിനെ കയ്യിൽ പ്രൈസലോ ബന്ധിച്ചപ്പോൾ പ്രൈസലോമെ കർത്താവ് യേശു ക്രിസ്തു ഇറങ്ങി ആ ബന്ധനത്തെ അഴിച്ചു. അങ്ങനെയെങ്കിൽ പ്രൈസലോമേൻ ഹല്ലേലൂയ എന്നെയും നിന്നെയും എവിടെയാണ് കെട്ടിയിരിക്കുന്നത്, പിശാച് കെട്ടിയിരിക്കുന്നത്, പിശാചിൻ്റെ കെട്ടിനെ എൻ്റെ കർത്താവ് ഇറങ്ങി അഴിക്കും. കാരണം യേശുവിൻ്റെ രാജ്യത്തിൽ യേശു ഇടപെടും. യേശു അവിടുന്ന് എഴുന്നേൽക്കും. യേശു പ്രവർത്തിക്കും. യേശു ആലോചന തരും. യേശു വിടുവിക്കും. യേശു അത്ഭുതം പ്രവർത്തിക്കും. യേശുവിൻ്റെ കരം ചാലിക്കും. അന്നും ഇന്നും ദൈവത്തിൻ്റെ കരം പ്രൈസലോം ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഹല്ലേലൂയ സഭയ്ക്ക് വരുന്ന പോരുകളെ എൻ്റെ ദൈവം അഴിച്ചു മാറ്റും. അത്യുന്നതനായ ദൈവം പ്രൈസലോ ദൈവം പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഹല്ലേലൂയ. നീ നല്ല വസ്ത്രം അണിയുന്നത് പിശാചിന് ഇഷ്ടമല്ല. നീ നല്ല ഭക്ഷണം കഴിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. നീ നല്ല രീതിയിൽ ജീവിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. നിന്റെ കൈ എപ്പോഴും സമ്പത്തുള്ളത് പിശാചിന് ഇഷ്ടമല്ല. അവൻ ഹല്ലേലൂയ നമുക്കെതിരായി അവൻ ആ പ്രൈസലോമേ ഹല്ലേലൂയ എതിരായി പണിയുമ്പോൾ, എതിരായി തടയുമ്പോൾ നസ്രയനായ യേശു ക്രിസ്തു ഇറങ്ങി ഈ പദ്ധതികളെ, പിശാചിന്റെ പദ്ധതികളെ ദൈവം പൊളിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഹല്ലേലൂയ. ഈ പുത്രന്റെ രാജ്യത്തിലായിരിക്കുന്നവർക്ക് സമൃദ്ധി വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്വത്രം. സമൃദ്ധിയോടെ ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ്. കാരണം യോസേപ്പിന്റെ ദൈവം പ്രൈസലോ യോസേപ്പിനെ സമൃദ്ധിയെ അനുഗ്രഹിച്ചതുപോലെ പ്രൈസലോ ഹല്ലേലൂയ ദേശത്ത് ഭവനത്തിൽ പ്രൈസലോ ക്ഷാമം വരുമെന്ന് മുന്നറിയിപ്പ് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് മുന്നോടിയായി യോസേപ്പിനെ അയച്ച് പ്രൈസലാമെ സ്വന്തം ഭവനത്തിൽ ക്ഷാമങ്ങൾ വരുമെന്ന് അറിഞ്ഞപ്പോൾ ക്ഷേമമായി പോറ്റിയ യഹോവ ദൈവം ഇന്ന് പകൽക്കാലം ഹാലിൽ രാത്രിയിലും ദൈവത്തിൻ്റെ ആലം വിളിച്ചു പറയുന്നു, പ്രൈസലാമെ ഹല്ലേലൂയ നിന്നെ ക്ഷേമമായി പോറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. കഴിഞ്ഞ നാളുകളിൽ ഒരുപക്ഷെ നീ ചെന്നിടത്തെല്ലാം കഷ്ടതയായിരിക്കാം, പ്രയാസമായിരിക്കാം, പ്രതികൂലമായിരിക്കാം, പ്രതിസന്ധിയായിരിക്കാം, നിനക്ക് നിലനിൽക്കാൻ വയ്യാത്ത അവസ്ഥ വന്നിരിക്കുക.
എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. നീ ചെല്ലുന്നിടത്തൊക്കെ അനുഗ്രഹം ഉണ്ടാകും. നീ ചെല്ലുന്നിടത്തൊക്കെ വിടുതൽ നൽകും. നീ ചെല്ലുന്നിടത്തൊക്കെ ദൈവം അനുകൂലമായി പ്രവർത്തിക്കും. നീ ചെല്ലുന്നിടത്തൊക്കെയും പ്രൈസലാമേ ദൈവം വഴികൾ തുറക്കും. നീ ചെല്ലുന്നിടത്തൊക്കെയും യേശു ക്രിസ്തുവിൻ്റെ കരം ചലിക്കും. വിശ്വാസത്തോടെ നീ ഇറങ്ങി തിരിച്ചു നോക്കെ. സ്തോത്രം, ഹല്ലേലൂയ. വിശ്വാസത്തോടെ കർത്താവിൻ്റെ ഹല്ലേലൂയ സ്തോത്രം കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത സ്തോത്രം, ഹല്ലേലൂയ. ദൈവം സ്ഥിതിക്ക് മാറ്റം വരുത്താൻ പോവുകയാണ്. നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്താൻ പോവുകയാണ്. നീ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ഭാരത്തിലായിരുന്നായിരിക്കാം. നിന്റെ ഭാരം ദൈവം മാറ്റാൻ പോവുകയാണ്. ചില കെട്ടുകൾ ദൈവം അഴിക്കാൻ പോവുകയാണ്. നസറേയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കെട്ടുകൾ അഴിയും, ബന്ധനം അഴിയും, പോരുകൾ അഴിഞ്ഞു മാറും. നസറേയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സകലവും ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് പുത്രൻ്റെ രാജ്യത്തിൽ ആക്കിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ആരാധിച്ചപ്പോൾ അടിത്തട്ട് കുലുങ്ങി. സ്തോത്രം. ആരാധിച്ചപ്പോൾ സഭയുടെ അടിത്തട്ട് കുലുങ്ങി. എന്തെങ്കിലും സംഭവിക്കും. സ്തോത്രം, ഹല്ലേലൂയ. രാജാവ് ഉള്ളിടത്തോളം എന്തെങ്കിലും സംഭവിക്കും. കാരണം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും എന്ന് പറഞ്ഞത് ഹല്ലേലൂയ നമുക്ക് ദൈവജനത്തിന് അനുകൂലമായ അവസ്ഥ എന്തെങ്കിലും സംഭവിക്കുമെന്നായി പറഞ്ഞത്. ദൈവം ഉറങ്ങിയിട്ടില്ല. സഭയിൽ ദൈവം ഉറങ്ങിയിട്ടില്ല. ചിലർ വിചാരിക്കും യേശു ക്രിസ്തു ഒന്നുമില്ല, ദൈവമൊക്കെ ഉറങ്ങിപ്പോയി. ഇല്ലെന്നാ ചില ധരിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുവിനോട് കളിക്കുന്നത് അറിഞ്ഞു വേണം. യേശു ജീവനോട് ഇപ്പോഴും ഉണ്ട്, സഭയിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൻ്റെ സഭയാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കില്ല. പിശാചിനെ ജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പിശാചിനെ ജയിച്ച കർത്താവ് ഈ നിമിഷം അതിൽ പ്രാർത്ഥിക്കുമ്പോൾ ചില ബന്ധനങ്ങൾ അഴിയാൻ പോവുകയാണ്, ചില കെട്ടുകൾ അഴിയാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തി കാണിച്ചു കൊടുക്കുന്ന ദൈവമുണ്ട്. ആകയാൽ സ്തോത്രങ്ങൾ കേൾക്കുന്ന പ്രിയരെ, എന്നെ നിന്നെ വിടുവിപ്പാൻ ഒരുവന് മാത്രമേ കഴിയൂ, നസറേയനായ യേശു ക്രിസ്തുവിന്. നീ പ്രാർത്ഥിച്ചിട്ടും വിടുതലില്ലെങ്കിൽ വിടുതൽ തരുന്നവരെ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കാരണം ക്രിസ്തുവിനെ രാജ്യത്തിലാക്കിയിരിക്കുക. രാജ്യത്തിൽ യേശു രാജാവുണ്ട്. വചനം അങ്ങനെ പഠിപ്പിക്കുന്നത്. ചില വിഷയങ്ങൾ നിനക്ക് വിടുതൽ തരാതിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ചില സമയത്ത് നിനക്ക് വിടുതൽ തരാൻ വേണ്ടിയാ. സ്തോത്രം, ഹല്ലേലൂയ. ജോലിക്കായി തന്നെ ഭാരപ്പെടുകയാണ്, ദൈവം ജോലി തരും. ആ തടസ്സമായി നിൽക്കുന്ന ബന്ധനം ദൈവം മാറ്റും, തടസ്സം മാറ്റും. സ്തോത്രം, ഹല്ലേലൂയ. എന്നും കഷ്ടതയാണ് എന്ന് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? നിന്റെ കഷ്ടത ദൈവം മാറ്റും. ഒന്ന് കണ്ണുനീരോടെ നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം വിടുവിക്കും. ദൈവ ആലോചനയാൽ ദൈവം സമൃദ്ധിയായി നിറയ്ക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിന് എല്ലാവരും ഇഷ്ടമാണ്. ദൈവത്തിന് കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ്, പ്രായം ചെന്നവരെ ഇഷ്ടമാണ്, ചെറുപ്പക്കാരെ ഇഷ്ടമാണ്, മുതിർന്നവരെ ഇഷ്ടമാണ്. ദൈവത്തിന് പ്രായപരിധിയൊന്നും വിഷയമല്ല. ദൈവത്തിന് എല്ലാവരെയും ദൈവത്തിന് ഇഷ്ടമാണ്. മനുഷ്യൻ ഈ ലോകത്തിൽ ഒരുപക്ഷെ പല തരത്തിലായിരിക്കും ചിലരെ ഇഷ്ടപ്പെടുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ചിലരുടെ ചിന്താമണ്ഡലത്തിൽ കൂടെ രീതിയിലായിരിക്കും മനുഷ്യൻ ഇടപെടുന്നത്. എന്നാൽ ദൈവം അങ്ങനെയല്ല. ഹല്ലേലൂയ. രാജ്യത്തിൽ ഉള്ളിടത്തോളം ഹല്ലേലൂയ ദൈവം നേരിട്ട് തന്നെ ഇടപെടും.
മാറ്റി നിർത്തുന്ന ദൈവമല്ല, ഉയർത്തുന്ന ദൈവമാണ്. കഴിഞ്ഞ നാളിൽ എത്ര നാൾ നീ കഷ്ടം അനുഭവിച്ചിട്ടുണ്ട്, അതിന് ഇരട്ടി 8 മടങ്ങായി സ്തോത്രം ഹല്ലേലൂയ ദൈവം അനുഗ്രഹങ്ങളെ തരുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. ആരാധന യോഗ്യൻ, മഹത്വ രാജാവ്, സകല പുകഴ്ചകൾക്കും യോഗ്യനായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നാം ആശ്രയിച്ച് പ്രാർത്ഥിക്കേണ്ടത്. ഒന്ന്, സ്തോത്രം, ദൈവം വിടുവിക്കുന്നു. 2, സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ബന്ധനങ്ങളെ പ്രൈസലാമെ തകർക്കുന്ന, ബന്ധനത്തിൽ നിന്ന് മോചിതനാക്കുന്ന ഒരേ ഒരുവനെ കഴിയൂ, കർത്താവായ യേശു ക്രിസ്തു. പിശാചിൻ്റെ പദ്ധതിയിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കും. യഹോവയുടെ കരം കുറുകിയിട്ടില്ല. യഹോവ ഇന്നും അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. യേശു ക്രിസ്തുവിൻ്റെ വചനം, യേശു ക്രിസ്തുവിൻ്റെ ആലോചന, യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ആലോചനകളൊക്കെ അത് നിറവേറ്റി തരുവാൻ ദൈവം സമീപസ്ഥനായ ദൈവമാണ്. ഒന്ന്, അവൻ അന്ധകാരത്തിൽ നമ്മെ വിടുവിച്ച് പുത്രൻ രാജ്യത്തിലാക്കിയിരിക്കുക. 2, അവൻ നമുക്ക് സമീപസ്ഥനായിരിക്കുന്നു. 3, അവൻ നമ്മോട് കൂടെയിരിക്കുന്നു. 4, പ്രൈസലോവൻ അത്ഭുതം പ്രവർത്തിക്കാനായി കൊണ്ടിരിക്കുന്നു. സ്തോത്രം. യേശു ക്രിസ്തു നമ്മുടെ കൂടെയിരിക്കുന്നു. അപ്പോൾ യേശുവായിട്ട് ചേർന്ന് ജീവിക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. യേശുവായിട്ട് ചേർന്ന് നടക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ, ഈ ലോകത്തിൻ്റെ ദ്രവ്യാഗ്രഹങ്ങളിൽ, ഈ ലോകത്തിൻ്റെ ഇച്ഛകളിൽ, ഈ ലോകത്തിൻ്റെ പാപത്തിൽ ചേർന്ന് നടക്കാതെ ജീവിക്കാതെ അത് വിട്ട് യേശുവിനോട് ചേർന്ന് ജീവിച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. കാരണം ദൈവത്തിൻ്റെ കൂടെ നടക്കണം. ശിഷ്യന്മാർ ബ്രേസലവും സകലവും ഇട്ട് യേശുവിൻ്റെ കൂടെ നടന്നു. സ്തോത്രം. യേശുവിൻ്റെ കൂടെ നടന്ന് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. പലപ്പോഴും നാം പലരും ബ്രേസലാമി ഹല്ലേലൂയ യേശുവായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങൾ നടക്കുന്നത്, പല പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയാത്തത്, പല പ്രശ്നങ്ങൾക്ക് വിടുതൽ കാണാൻ കഴിയാത്തത്, പല പ്രശ്നങ്ങൾക്ക് വിഷയങ്ങൾക്ക് ഉത്തരം നൽകാത്തത്. കാരണം ദൈവമായി ബന്ധമില്ലാത്തത് കൊണ്ടാണ്. ഞാൻ പറയട്ടെ, സ്തോത്രം, ദൈവമായി ബന്ധമുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് വിടുതലുണ്ട്. ദൈവമായി ബന്ധമുണ്ടെങ്കിൽ നിന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കും, നിന്നെ രോഗത്തിൽ നിന്ന് വിടുവിക്കും, നിന്നെ അനർത്ഥനങ്ങളിൽ നിന്ന് വിടുവിക്കും, നിന്നെ ഭാരത്തിൽ നിന്ന് വിടുവിക്കും, നിന്റെ ആവശ്യങ്ങളെ നടത്തും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ദൈവമായി ബന്ധമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കൂടെ നടന്നാൽ ഹല്ലേലൂയ ദൈവം പ്രവർത്തിക്കും. സ്തോത്രം. ഈ ലോകത്തിൽ നമ്മെ വിടുവിപ്പാൻ ഒരുവന് മാത്രമേ കഴിയൂ, നസറേയനായ യേശു ക്രിസ്തു മാത്രമേ കഴിയൂ. അതുകൊണ്ട് ഈ പാപത്തിൻ്റെ ഇരുളിൽ ഇനിയും നാം പോയി നടക്കാതെ പുത്രൻ്റെ രാജ്യത്തിലാക്കിയിരിക്കുന്നിടത്തോളം പുത്രൻ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കുന്നവരായിത്തീരണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വിടുതലുകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. സ്വർഗസ്ഥനായ പിതാവ്, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന
പ്രവാചകൻ പറയുന്നു, കുതിക്കും ഉയരുന്ന സിംഹാസനത്തിലിരിക്കുന്ന സ്വർഗസ്ഥനായ ദൈവം തൻ്റെ കരത്തിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് ജീവിക്കണം. പലരും ഇന്ന് അങ്ങനെയല്ല. അതുകൊണ്ട് എന്തുകൊണ്ട് കഷ്ടങ്ങൾ വർദ്ധിക്കുകയാണ്, വേദനകൾ വർദ്ധിക്കുകയാണ്, പ്രയാസങ്ങൾ വർദ്ധിക്കുകയാണ്, പ്രതികൂലങ്ങൾ വർദ്ധിക്കുകയാണ്, കഷ്ടതകൾ വർദ്ധിക്കുകയാണ്, രോഗങ്ങൾ വർദ്ധിക്കുകയാണ്. എന്തുകൊണ്ടാണ്? യേശുവായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് യേശുവായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് യേശുവിൻ്റെ കൂടെ ചേർന്ന് നടക്കണം. ഏലിയാവ് രഥത്തിൻ്റെ കൂടെ ചേർന്ന് നടന്നു. രഥം ഓടുന്നതനുസരിച്ച് ഏലിയാവ് ഓടി, സ്പീഡിനോടി. സ്തോത്രം. ദൈവം ഏലിയാവിൻ്റെ കാലുകൾക്ക് ശക്തി കൊടുത്തു. മോശ ദൈവത്തിൻ്റെ കൂടെ നടന്ന് മോശയുടെ നാവിൽ ദൈവത്തിൻ്റെ ശക്തി കൊടുത്ത് സംസാരിക്കുവാൻ. കാലവും യോശുവയും ദൈവത്തിൻ്റെ കൂടെ നടന്നു, അവർ അനുഗ്രഹിക്കപ്പെട്ടു. ഹല്ലേലൂയ. അബ്രഹാം ദൈവത്തിൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചു. ദൈവത്തിൻ്റെ കൂടെ പറഞ്ഞതൊക്കെ അനുസരിച്ചതുകൊണ്ട് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. എന്നെ നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ ദൈവമായുള്ള ബന്ധം വേണം. ഒരിക്കലും ദൈവമായി ബന്ധമില്ലാതെ നീ എത്ര പ്രാർത്ഥിച്ചാലും നിനക്ക് വിടുതലില്ല. ഒന്ന്, പ്രൈസലാമേ, ദൈവത്തിൻ്റെ വചനം നീ ശ്രദ്ധിച്ച് കേട്ട ദൈവത്തിൻ്റെ കൂടെ നടക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് നീ കേട്ടനുസരിച്ചാൽ നിനക്ക് ദേശത്ത് നന്മയുണ്ടാകും. ദൈവത്തിൻ്റെ വചനം കേട്ടനുസരിച്ച് നടക്കണം, ജീവിക്കണം. പ്രൈസലാമേ, അവിടെ ഹാലിൽ ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകും. നീ കുഴയ്ക്കുന്ന കൊട്ട അനുഗ്രഹിക്കപ്പെടും. മാട്, ആട് ഒക്കെ അനുഗ്രഹിക്കപ്പെടും. പ്രൈസലാമേ, നീ സകലത്തിലും അനുഗ്രഹിക്കപ്പെടുവാന്നാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൂടെ ഹല്ലേലൂയ നടന്നാൽ നീ സകലത്തിലും അനുഗ്രഹമുള്ളവനായി മാറും. നീ ശുഭമായിരിക്കും. പ്രൈസലാമേ, എന്നിൽ കേൾക്കുന്ന പ്രിയരെ, സ്തോത്രം. ദൈവം പ്രൈസലാമേ ഹല്ലേലൂയ പറയുന്ന വാക്കുകൾക്ക് ആരംഭം കുറിച്ചാൽ അതുപോലെ സംഭവിപ്പിക്കുന്ന ദൈവമാണ്. ആലോചനയിൽ വൻ കാര്യങ്ങൾ ദൈവം ചെയ്യും. പ്രൈസലാമേ, പിശാച് പല പദ്ധതികൾ കൊണ്ടിട്ടാലും ഒരിക്കലും പ്രൈസലാമിൻ്റെ പദ്ധതിയൊക്കെ ദൈവം പൊളിച്ചു കളയും. ദൈവം പ്രൈസലാമേ പണിയും. പ്രൈസലാമേ ഹല്ലേലൂയ. നിന്നിലുള്ളതായ ദൈവത്തിൻ്റെ വാഗ്ദത്തം ദൈവം നിറവേറ്റുവാൻ ശക്തനായ ദൈവമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. കഷ്ടതകൾ വർദ്ധിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനം കേട്ട് പാലിക്കണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് നാം പണ്ട് ഇരുളിൽ കിടന്നവരായിരുന്നു, എന്നാൽ ദൈവം വിളിച്ചു വേർതിരിച്ച് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരുന്ന നമ്മെ ചങ്ങല പൊട്ടിച്ചത് കർത്താവ് നമ്മെ പുത്രൻ്റെ രാജ്യത്തിലാക്കി. അപ്പോൾ നാം ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുകയാണ്. പുത്രൻ രാജ്യത്തിൽ ആരുണ്ട്? യേശുവുണ്ട്. അപ്പോൾ യേശുവിൻ്റെ കൂടെ ചേർന്ന് നടക്കണം. ദാസന്മാർ, പ്രവാചകന്മാർ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൂടെ നടന്നതുപോലെ, സ്തോത്രം, ഹല്ലേലൂയ. പ്രൈസലിൽ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിൻ്റെ കൂടെ നീ ആരാധിക്കുമെങ്കിൽ, ദൈവമായ ആലോചന കേട്ട് ജീവിക്കുമെങ്കിൽ എന്നിലും നിന്നിലോ ഒരു വലിയ വിടുതൽ ദൈവം നൽകുവാൻ ശക്തനായ ദൈവമാണ്. നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്താൻ പോവുകയാണ്. സഭയുടെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ പോവുകയാണ്. സമൃദ്ധി ദൈവം തരാൻ പോവുകയാണ്. സമൃദ്ധിയെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. പ്രൈസലാമേ ഹല്ലേലൂയ. സഭകൾക്ക് ഹല്ലേലൂയ വലിയ വിടുതൽ ദൈവം നൽകാൻ പോവുകയാണ്. സഭയിൽ നീ കണ്ടിട്ടില്ലാത്ത നന്മ സഭയിൽ വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. സഭയിൽ ഉയർച്ച വരാൻ പോവുകയാണ്. സ്തോത്രം. ഈ സന്ദേശം, ഈ ദൂത് നിങ്ങളോട് പറയുകയാണ്, സഭയിൽ നന്മയുണ്ടാകും. പിശാച് പറയുന്നത് നന്മ തരില്ല എന്ന് വെല്ലുവിളിച്ച് പറയുമ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഇറങ്ങി എവിടെയാണ് ചങ്ങലയെ ബന്ധിച്ചിരിക്കുന്നത്, ചങ്ങല പൊട്ടിച്ച് പ്രൈസലാമേ ദൈവം അവിടെ സമൃദ്ധി അനുഗ്രഹിക്കാൻ പോവുകയാണ്. ചില വിടുതലുകൾ അനുഭവിക്കാൻ പോവുകയാണ്.
ചില വിടുതലുകളെ അയക്കാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനങ്ങളാലെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഗ്രഹിക്കും. ദൈവനാമത്തോണ്ടാകട്ടെ. ആമേൻ.